മഴക്കെടുതിയിൽ പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായ പശ്ചാത്തലത്തിൽ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ പഞ്ചായത്ത് പൂർണ്ണ സജ്ജമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി രമേശ് അറിയിച്ചു. മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ആവശ്യമെങ്കിൽ ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനും ക്യാമ്പുകൾ തുറക്കാനുമുള്ള എല്ലാ മുൻകരുതലുകളും ഭരണസമിതിയും അധികൃതരും സ്വീകരിച്ചതായും പ്രസിഡന്റ് വ്യക്തമാക്കി. എല്ലാ വാർഡുകളും 1-ാം വാർഡ് മുതൽ എല്ലാ വാർഡുകളിലും ഇതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഭരണസമിതിയുടെ അംഗങ്ങൾ പോയി വീടുകൾ സന്ദർശിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമ്മുടെ പ്ലാക്കത്തടം ശരിക്കും ഉരുളുപൊട്ടൽ അത് ഭീകരമായിട്ടുള്ള ഒരു ഉരുളുപൊട്ടലായിരുന്നു. ആ ഉരുൾപൊട്ടല് വന്നപ്പോഴത്തേക്ക് ഒറ്റയടിക്ക് മൊത്തത്തില് ഒറ്റ സൈഡിലാണ് അത് വന്നിരുന്നെങ്കിൽ ആ ഒരു വീട് രാജൻ ചേട്ടന്റെ വീട് മൊത്തം ആ വീടോടുകൂടി അദ്ദേഹം അടക്കം പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ മണ്ടേ അത് വന്നപ്പോഴത്തേക്ക് രണ്ടായിട്ട് ഉരുൾപൊട്ടി വന്നപ്പോഴത്തേക്ക് സ്ഥലത്തിന്റെ പേരുണ്ടായിരുന്നു ചെണ്ടുവേലി. അത് രണ്ടായിട്ട് ആ ഉരുൾപൊട്ടൽ വന്നിട്ട് രണ്ടായിട്ട് അവിടെ മാറിപ്പോയത് കൊണ്ടാണ് രാജൻ എന്ന് പറഞ്ഞ വീട്ടിലെ അദ്ദേഹം ജീവനോടെ നമ്മളോടൊപ്പം ഉള്ളത്. അപ്പം പ്രാകൃതത്തെ ഏറ്റവും വലിയ ഉരുൾപൊട്ടലുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം മണ്ണിടിച്ചിൽ റോഡ് കീരിക്കരയിലൊക്കെ ശരിക്കും യാത്രാ സൗകര്യം ഇല്ലാത്തൊരു മേഖലയാണ്. ഇവിടെ പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള ഒരു ഒറ്റപ്പെട്ട മേഖലയാണ്. പക്ഷെ അവർക്ക് റോഡ് ഇതുപോലെ മണ്ണൊലിപ്പിന്റെ റോഡ് താർന്നു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉട്ട്ലാൻഡ്സിന്റെ ജോൺസൺ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വീടിന് പോകുന്ന ഭാഗത്ത് അവിടെയാണെങ്കിൽ 8-10 കുടുംബമുണ്ട്. ഭാഗത്തിൽ റോഡ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ തെപ്പക്കുളം ലാഡറം ഭാഗത്താണെങ്കിൽ ഇതുപോലെ ഒരു വീട് താഴെ വീഴാറായിരിക്കുന്നു. ആ വീട് താഴെ വീണാൽ തൊട്ടടുത്ത വീടുകാർക്ക് അപകടം ഉണ്ടാകുന്നുള്ള രീതിക്ക് അദ്ദേഹത്തിനോട് വില്ലേജ് ഓഫീസർ നമ്മൾ പോയി കണ്ടു പറഞ്ഞിട്ടുണ്ട്. താൽക്കാലികമായിട്ട് രാത്രി നേരങ്ങളിൽ അവിടെ കിടക്കണ്ട എന്നുള്ള ഒരു സൂചനയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അവരെ തൽക്കാലം നമ്മൾ ക്യാമ്പായിട്ടല്ല ഒരു സുരക്ഷിത രീതിക്ക് പീരുമേട് പഞ്ചായത്ത് ഇടപെടുകയും അവരെ നമ്മൾ കമ്മ്യൂണിറ്റി കാർഡ് ലാഡറും കമ്മ്യൂണിറ്റി കാർഡ് മാറ്റി നമ്മൾ ഇരുത്തിയിട്ടുണ്ട്. പകൽ സമയങ്ങളിൽ ജോലിക്ക് പോകാനും അവരുടെ വീടുകൾ അവരുടെ അമ്മ തൊട്ടടുത്ത ആ വീട്ടിൽ അവരുടെ അമ്മ അവിടെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. പക്ഷെ ഈ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു മക്കൾ രണ്ടുപേരും ഇവരാണ് ഇപ്പം താൽക്കാലികമായിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ പീരുമേട് പഞ്ചായത്തിലും നമ്മുടെ പീരുമേട് വില്ലേജിലും ക്യാമ്പുകളൊന്നും തന്നെ തുടങ്ങേണ്ട സാഹചര്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തുടങ്ങിയിട്ടില്ല.